പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും. ഇന്ന് യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. അപ്പോൾ പൗലോസ് ശ്ലീഹ ഈ ലേഖനത്തിൽ പറയുക, ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ, ആലയം നിങ്ങൾ തന്നെ. അപ്പോൾ ഈശോയുടെ പ്രധാന പണി എന്താ? പഠിപ്പിക്കലല്ലേ. ഈശോയുടെ എവിടെ പഠിപ്പിക്കലാണ്? ദേവാലയത്തിൽ പഠിപ്പിക്കലാണ് ഈശോയുടെ പണി. അപ്പോൾ നമ്മൾ ദേവാലയമാണെന്ന് ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ നമ്മളിലിരുന്ന് പഠിപ്പിക്കുക. നമ്മൾ ദേവാലയമല്ലേ. ഈശോയുടെ പണി എന്താ? ദേവാലയത്തിൽ പഠിപ്പിക്കുക. അപ്പം നമ്മുടെ ഉള്ളിലിരുന്ന് പഠിപ്പിക്കലാണ് ഈശോയുടെ പണി. നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഈശോ നിങ്ങളുടെ ഉള്ളിലിരുന്ന് പഠിപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈശോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈശോ പറയണത് പോലെ തോന്നിയിട്ടുണ്ടെങ്കിലും അതൊക്കെ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഈശോയുടെ പഠിപ്പിക്കൽ നിന്നു കൊടുത്തിട്ടുണ്ടോ? ഈശോയുടെ പഠിപ്പിക്കലിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? എൻ്റെ ഈശോയെ നീ ഇരുന്ന് പഠിപ്പിക്ക്, ഞാൻ നിൻ്റെ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈശോയെ ഒരു കോർണറിൽ ഇരുത്തിയിട്ട് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി പോയോ? ദേവാലയത്തിൻ്റെ, നമ്മുടെ ഉള്ള് ആകുന്ന ദേവാലയത്തിൻ്റെ ഒരു കോർണറിൽ ഈശോയെ അങ്ങനെ മാറ്റി ഇരുത്തിയിട്ട് വേറെ കാര്യങ്ങൾ ചേർത്ത് വെച്ച് ഈശോയെ സൈഡാക്കി കളഞ്ഞോ? നീ ഒന്നും ഇപ്പോൾ പഠിപ്പിക്കണ്ട, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടോ?